ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 12 നാരങ്ങ നല്ലതുപോലെ കഴുകിയിട്ട് അതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഇഡലിത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് 4ആയിട്ട് മുറിച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങയാണിത്. നമ്മൾ കൂടുതൽ ദിവസം വെക്കുകയാണെങ്കിൽ അത്രയും നല്ല സോഫ്റ്റായിട്ട് മാറും നാരങ്ങായ. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പം അച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഈ അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഞാൻ നാരങ്ങ മാത്രമല്ല, അതിലോട്ട് ചെറിയ കറുത്ത ഉണക്കമുന്തിരിങ്ങയും പിന്നെ ഈന്തപ്പഴവും ചേർക്കുന്നുണ്ട്. ഇതിപ്പം ഈ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഉലുവ ഇട്ട് കൊടുത്തത്. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയും കൂടെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം പീസ് ഇഞ്ചിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അച്ചാറൊക്കെ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ ഇപ്പം വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. നാരങ്ങയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിങ്ങ, ഏകദേശം ഒരു 50 ഗ്രാമോളം വരും, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 10 ഈന്തപ്പഴം ചെറിയ ഈന്തപ്പഴമാണ്, അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത ഉണക്കമുന്തിരിങ്ങ അല്ലെങ്കിൽ ഈ ഗോൾഡൻ കളറിലുള്ള മുന്തിരിങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 3/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. അന്നേരം വേവുമ്പോഴത്തേക്ക് ആ നാരങ്ങയും ഈന്തപ്പഴവും ഒക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ നാരങ്ങ മുറിച്ച് 2 ദിവസം വെച്ചിരുന്നപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കുപ്പിയിലാക്കി ഇട്ട് വെക്കുന്നുള്ളൂ. നാരങ്ങാച്ചാറൊക്കെ എപ്പോഴും ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് ഉപയോഗിച്ചാലേ ഉള്ളൂ അതിനെ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോഴത്തേക്കും അത് ഒന്നും കൂടെ നാരങ്ങയൊക്കെ ഒന്നും കൂടി സോഫ്റ്റ് ആവും. എത്ര നാളിരിക്കുന്നോ അത്രയും അത് ടേസ്റ്റും അതുപോലെ സോഫ്റ്റുമായിട്ട് മാറും. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.